നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോയും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോളൂ. കാരണം നമ്മളെല്ലാവരും ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസ് ലൈഫ് സേവിങ് കൂടെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഇന്തോനേഷ്യയിൽ അതിതീവ്രമായിട്ടുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പുറമെ തന്നെ സുനാമി മുന്നറിയിപ്പും വന്നിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, എല്ലാ ഭൂകമ്പത്തിന് ശേഷവും സുനാമി ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? സത്യത്തിൽ എർത്ത് ക്വേക്കിന് ശേഷം സുനാമി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ എപ്പോഴാണ് സുനാമി ഉണ്ടാവുന്നത്? എർത്ത് ക്വേക്ക് കടലിൻ്റെ അടിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിഭീകരമായിട്ടുള്ള എർത്ത് ക്വേക്ക് കടലിൻ്റെ അടിയിൽ സംഭവിക്കുകയും ഓഷ്യാനിക് പ്ലേറ്റ്സ് മുകളിലോട്ടോ താഴത്തോട്ടോ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്താണ് സുനാമി ഉണ്ടാവുന്നത്. ഇനി എന്തിനെല്ലാം അടിസ്ഥാനത്തിലാണ് സുനാമി മുന്നറിയിപ്പ് കൊടുക്കുന്നത്? ഭൂചലനം എത്രത്തോളം തീവ്രമാണ്, റിക്ടർ സ്കെയിലിൽ എത്രത്തോളം രേഖപ്പെടുത്തി, കടലിനടിയിൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സുനാമി മുന്നറിയിപ്പ് കൊടുക്കുന്നത്. എന്നാൽ എല്ലാ മുന്നറിയിപ്പുകളും സുനാമികളായിട്ട് പരിണമിക്കാറുമില്ല. പിന്നീട് കറക്റ്റായിട്ട് അസസ് ചെയ്ത് ആ മുന്നറിയിപ്പുകൾ പിൻവലിക്കാറുമുണ്ട്.